ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രണ്ട് താരങ്ങളുടെ ശബ്ദമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാ മിമിക്രിക്കാർക്കും അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങളുണ്ടായിരിക്കും, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന താരങ്ങൾ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് വിനയ് ഫോർട്ടാണ്. വളരെ സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു ഡയലോഗ് പറയാം. സ്കൂളിൽ പഠിക്കണ സമയത്ത് ടീച്ചേഴ്സൊക്കെ പറയും നന്നായി പഠിക്കില്ല, സ്പോർട്സിന് കൊള്ളില്ല, ടീച്ചേഴ്സൊക്കെ നേലീനെ പോലെയാണ് കണ്ടിരുന്നത്. അവിടെ ഒരു പ്രാവശ്യം അവരുടെ വന്നപ്പോ അവിടെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവനെ വിളിച്ചില്ല, എന്നെയാണ് വിളിച്ചത്. അന്ന് എനിക്ക് പോവാൻ പറ്റിയില്ല. ജസ്റ്റ് മിനിറ്റ്, എനിക്കൊരു കോള് വരുന്നുണ്ട്. ആരാ നോക്കട്ടെ കേട്ടോ. ഹലോ, ആരാണ് വിളിക്കണത്? ഹലോ, അതാരാണ് വിളിക്കണത്? അല്ല, ഞാൻ വിനായകനാണ്. എന്താ ചേട്ടാ വിളിച്ചത്? അല്ല, ഞാൻ വിളിച്ചത് ഞാൻ വെറുതെ ഇരുന്നപ്പോ അങ്ങനെ വിളിച്ചതാണ്. അത് എന്താണ് പറയൂ. ഞാനൊരു ഡിസ്കഷനിലായിരുന്നു. അല്ല, ഞാൻ സിനിമയില് നമ്മള് എത്തിയില്ലെങ്കിൽ നമ്മളെവിടെ എത്തിയാണ്? അത് സത്യം പറഞ്ഞാൽ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ചേട്ടാ. അല്ല, ഞാൻ കാര്യമായിട്ടുള്ള കാര്യമാണ് ചോദിച്ചത്. നമ്മളൊരു കൂലിപ്പണിക്കൊക്കെ പോകേണ്ടി വരൂല്ലേ? ശരിയല്ലേ? അല്ല, നിങ്ങൾ തമാശ പറഞ്ഞാണ്. അല്ലാണ്ട് ഞാനിപ്പോ എന്താ ചേട്ടനോട് പറയാ? അല്ല, ഞാൻ സത്യം പറഞ്ഞാല് ഒരു കാര്യമായിട്ടുള്ള കാര്യം ചോദിക്കുമ്പോ നിങ്ങളെ സംസാരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഫോൺ വെക്കാം. അല്ല ചേട്ടാ, പിണങ്ങല്ലേ? സത്യം പറഞ്ഞാല് പിണങ്ങരുത്. ചേട്ടന്റെ ഞാനൊരു ഡിസ്കഷനിലാണ് ഇപ്പോ. ചേട്ടനൊരു ഡയലോഗ് പറയാൻ പറ്റുമോ സിനിമയിലത്തെ? അല്ല, ഏത് ഡയലോഗ്? ഇപ്പോ സിനിമയിലൊക്കെ ഇപ്പൊ ട്രെൻഡായിട്ടുള്ള ഡയലോഗ് അടിച്ചു കയറി പോകാനുള്ള ഡയലോഗൊക്കെയാണ്. അത് വേണ്ട, നമുക്ക് പഴയ സിനിമയിലത്തെ ദിവാഞ്ചി മൂല എന്ന സിനിമയിലത്തെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതൊന്ന് ചെയ്യാൻ പറ്റുമോ? അതിപ്പോ ഇപ്പൊ ചെയ്യാവുന്ന ഫോളോടെ പറഞ്ഞ ശരിയാവോ? നിങ്ങളത് ഒന്ന് ചെയ്തു നോക്ക്. നമുക്കത് സത്യം പറഞ്ഞ ഇതില് ചിലപ്പോ റെക്കോർഡ് ചെയ്താൽ നമുക്കൊരു നല്ലൊരു ഇതുണ്ടാവും. എന്നാ ഒന്ന് ചെയ്യാം. അനാഥ മൂടും ചടച്ച മൈൻഡും രണ്ടും തെറിച്ച പോണോട്ടാ ജിതേട്ടാ. ഞാൻ ഒഴുതും മറിച്ചിട്ട് വരാം. ലുക്ക് നോക്കണ്ട, ഇടിച്ച പൊളിച്ച കളയിഞ്ഞ നീ ആക്കിക്കോ. നിന്റെ സാത്താന്റെ കാലുകൊണ്ടുള്ള പരിപാടി ഉണ്ടല്ലോ ബെസ്റ്റ്. അതെങ്ങാനും സംഭവിച്ച ഇതമ്മ കിടത്തി ഉറക്കും ഞാൻ. ആരിന്റെ പടി ഉറക്കും. അതൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ പറയും. അത് നന്നായിട്ടുണ്ട് ചേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.